രാഹുൽ മാങ്കൂട്ടത്തിൽ 28-ാം തീയതി ജാമ്യ ഹർജി പരിഗണിക്കുകയാണ് കോടതി. അപ്പോൾ ഒന്നാമത്തെ കേസ് കഴിഞ്ഞു, രണ്ടാമത്തെ കേസ് കഴിഞ്ഞു, മൂന്നാമത്തെ കേസിലാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാറണ്ടിലേക്ക് പോകുന്നതും റിമാൻഡ് ചെയ്യുന്നതും ഒക്കെ. വാറണ്ടല്ല, റിമാൻഡ് ചെയ്തത്. അപ്പോൾ ഈ 28-ാം തീയതി ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം ആൾക്കാരും ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് മറ്റൊരു കേസ് വരാൻ പോകുന്നു എന്നൊരു അഭ്യൂഹം നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു പോക്സോ കേസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നൊരു അഭ്യൂഹമാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, അതായത് ഓരോ പെൺകുട്ടിക്കും, അത് ഏത് പെൺകുട്ടി ആയാലും നീതി എല്ലാവർക്കും കൃത്യമായി കിട്ടേണ്ടത് തന്നെയാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കേണ്ട ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ 28-ാം തീയതി ജാമ്യം കിട്ടി ഇറങ്ങുന്ന സമയത്ത് രാഹുലിനെതിരെ മറ്റൊരു പോക്സോ കേസ് വരുന്നു. ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊരു ഗൂഢമായ ഒരു ഉദ്ദേശം ഇതിന് പിന്നിലില്ല എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ ഒരു കേസ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതായത് രണ്ട് കേസുകളിൽ കുറച്ച് നാളൊക്കെ രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. അതിനുശേഷം പുറത്തു വന്നപ്പോൾ വളരെ സൗമ്യനായി ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് എല്ലാവരും രാഹുലിനെ കണ്ടത്. ഈ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്നത്, ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ വിഷ്വൽസിൽ നമ്മൾ കണ്ടത് വളരെ ശാന്തനായി രാഹുലിനെ, അതായത് ഒരു ആത്മവിശ്വാസം മുഖത്ത് പ്രകടമാവുന്ന രാഹുലാണ്. ഈ രാഹുൽ മറ്റു പലരുടെയും ആത്മവിശ്വാസം കെടുത്തുമെന്നൊരു പേടിയാണോ ഇത്തരത്തിൽ ഈ ഒരു പോക്സോ കേസിലേക്ക് പോകുന്നത്? അതുപോലെ തന്നെ എല്ലാവരുടെയും ഉദ്ദേശം ഇരയ്ക്ക് ജാമ്യം, നീതി കിട്ടുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിന് പിന്നിൽ അതിനെ പാടെ മാറ്റിക്കൊണ്ട് ഇരയുടെ നീതിയല്ല, പകരം രാഹുലിനെ കൊടുക്കുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ടോ യദു? വിദ്യ പറഞ്ഞതുപോലെ ഇരയ്ക്ക് നീതി കിട്ടണം, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. പക്ഷേ അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ ക്രൂശിക്കരുത്. ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ആപ്തവാക്യമുണ്ടല്ലോ, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഒരാളെ ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ജയിലിലിടുക, ക്രൂശിക്കുക, അയാളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന വിധത്തിൽ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുക എന്നതൊക്കെ, അത് രാഷ്ട്രീയമുള്ള കാലം മുതലേ കേരളത്തിൽ നമുക്കറിയാം. വ്യാജ പെണ്ണ് കേസുകളും സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബഹുമാനനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം നേരിട്ട വേട്ടയാടലുകളുടെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു വ്യാജ കഥയായിരുന്നു അതെല്ലാം എന്നുള്ളതും പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലെ കേരളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളെയും വീഴ്ത്താൻ സ്ത്രീകളെ ഉപയോഗിച്ചതിൻ്റെ ഒരുപാട് കഥകൾ നമുക്കറിയാം. ആ കോണ്ടെക്സ്റ്റിൽ രാഹുലിൻ്റെ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ രാഹുലിനെതിരെ ഒരു പോക്സോ കേസ് കൂടി വരുന്നുണ്ട് എന്ന് ഇന്ന് മലയാളി വാർത്ത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നതർ ഇതിനു വേണ്ടിയിട്ടുള്ള ചില ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട് എന്നും അത്തരത്തിൽ ഒരു നീക്കം ഉടനെ ഉണ്ടാകുമെന്നും ഒക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത്. ആ വാർത്തയുടെ ആധികാരികതയെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി കേസുകൾ വരുന്നുണ്ട് എന്നുള്ള പ്രചാരണം ഇതാദ്യമായിട്ടല്ല. കാരണം റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരക മുഖങ്ങളിലൊന്നായ അരുൺകുമാർ ഒരു തവണ ചാനലിലെ അവതരണത്തിനിടയിൽ പറഞ്ഞിരുന്നു, തൃശ്ശൂരിലെ ഒരു 17 വയസ്സുള്ള പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിന് ഇരയായിട്ടുണ്ട്, അതൊരു പോക്സോ കേസാണ്, അത് ഒത്തുതീർപ്പാക്കിയതായി സംശയമുണ്ട് എന്ന് പറഞ്ഞു പോയിരുന്നു. അത് പിന്നീട് ഇടത് സൈബർ സംഘങ്ങൾ വലിയ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരികയും രാഹുലിനെതിരെ ഒരു പോക്സോ കേസ് ഉടൻ വരുന്നുണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് നടന്നിട്ടിപ്പോൾ 2-3 മാസമായിട്ടുണ്ട്. അതായത് ആദ്യത്തെ ആരോപണം ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ നടന്ന ചർച്ചകളിലാണ് രാഹുലിനെതിരായ മറ്റ് കേസുകളെക്കുറിച്ച് ചർച്ച വരുന്നത്. അതായത് ഒരു പോക്സോ കേസ്, അതുപോലെ തന്നെ ഒരു UDFൻ്റെ ഒരു മുൻ ജനപ്രതിനിധിയുടെ മകളെ വിവാഹ വാഗ്ദാനം നൽകി കുറേ കാലം ലൈംഗിക പീഡനത്തിന് അല്ലെങ്കിൽ ലൈംഗിക ഇംഗിതത്തിന് വിധേയയാക്കി എന്നുള്ള ഒരു പരാതി. അതുപോലെ കോൺഗ്രസിലെ പല വനിതകളെയും ഇദ്ദേഹം ലൈംഗിക താല്പര്യത്തോടു കൂടി സമീപിച്ചിരുന്നു എന്ന കഥകൾ. ഇതൊക്കെ കഥകളും പ്രചാരണങ്ങളുമാണ് കേട്ടോ, ആധികാരികമായ ഒരു രേഖയും നമ്മുടെ പക്കലില്ല. പക്ഷേ ഇത് കുറേ കാലമായി അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് 28-ാം തീയതി രാഹുലിൻ്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുകയാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഇതിനു മുമ്പും രാഹുൽ പെണ്ണ് കേസിലല്ല, മറ്റു പല കേസിലും ജയിലിൽ പോയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയിലിലെ പുതിയ സംഭവമൊന്നുമല്ല.
എന്ന് മാത്രമല്ല ജയിലിൽ വളരെ ഗൗരവത്തോടെ ഒറ്റയ്ക്ക് നടക്കുകയും ഒറ്റയ്ക്കിരിക്കുകയും പുതിയ പദ്ധതികളെക്കുറിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയുമാണ് രാഹുൽ എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ രാഹുൽ തീർച്ചയായിട്ടും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയ തിരിച്ചുവരവിന് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യ. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവിന് വേണ്ടി രാഹുൽ ശ്രമിച്ചത് വിജയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതായത് ആദ്യത്തെ ലൈംഗികാരോപണം വരുന്നു, രണ്ടാമത്തെ ആരോപണം വരുന്നു, അതിനുശേഷം FIR ഇടുന്നത് വരെ ആദ്യത്തെ ലൈംഗികാരോപണവും രണ്ടാമത്തെ ലൈംഗികാരോപണവും വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ രാഹുൽ കുറച്ചു കാലം വീട്ടിലിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു രാഹുൽ. അതിൽ രാഹുൽ വിജയിക്കുകയും ചെയ്തു. പാലക്കാട്ടെ വോട്ടർമാർ രാഹുലിനൊപ്പം നിന്നു, ജനങ്ങൾ രാഹുലിനൊപ്പം നിന്നു. വലിയൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ രാഹുലിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെ, രാഹുൽ ഈശ്വറിനെ പോലെ നിരവധി ആളുകൾ പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിച്ച് രാഹുൽ മുന്നേറുന്ന സമയത്താണ് പൊടുന്നനെ മൂന്നാമത്തെ ഒരു പരാതിയും തൊട്ടു പിന്നാലെ അറസ്റ്റും റിമാൻഡും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ നൽകുമ്പോഴൊക്കെ പോലീസാണ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയിൽ അതൊക്കെ അപേക്ഷ കൊടുത്തുകൊണ്ട് ഈ ജാമ്യാപേക്ഷ നീട്ടി കൊണ്ടുപോയിരുന്നത്. അതായത് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാലതാമസം അല്ലെങ്കിൽ ചില വിഷയങ്ങൾ പുതുതായി അവതരിപ്പിക്കുന്നു, അങ്ങനെ സ്വാഭാവികമായിട്ടും പോലീസിന് ഒരാളുടെ ജാമ്യം തടയണമെങ്കിൽ കുറച്ചു കാലം കൂട്ടി റിമാൻഡിലേക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ പല പണികളും ചെയ്യാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത്. പക്ഷേ 28-ാം തീയതി ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ ഒരുപാട് നിയമവിദഗ്ധർ, ഇപ്പോൾ ഞാനെപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ. അദ്ദേഹം യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വീഡിയോയിൽ പറഞ്ഞത് 28-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ ഒരു പക്ഷേ ജനങ്ങളെ ഒപ്പം നിർത്തിയിട്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനും തനിക്ക് നേരെ നടന്നത് രാഷ്ട്രീയപരമായ വേട്ടയാണെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പറയാനുമൊക്കെ രാഹുൽ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഹുലിൻ്റെ ജീവൻ മരണ പോരാട്ടമാണിത്. ഇവിടെ തോറ്റാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ രാഷ്ട്രീയ ചിത്രത്തിലില്ലെങ്കിൽ പിന്നെ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി, രാഷ്ട്രീയ ജീവിതം എന്നൊന്ന് രാഹുലിന് ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ തിരിച്ചു വരാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ രാഹുലിനെതിരായിട്ട് ഇങ്ങനെ കുറേ കേസുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ തരത്തിലുള്ള കഥകളും രീതികളും അല്ലെങ്കിൽ പ്രചാരണങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതു പറഞ്ഞതുപോലെ തന്നെ തെറ്റ് ചെയ്തവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിന് മറ്റൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഇതെല്ലാം വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതെല്ലാം പ്ലാൻ ചെയ്ത് രാഹുൽ 28-ാം തീയതി ജാമ്യം കിട്ടിയാൽ പിറ്റേ ദിവസം രാഹുലിനെ കൊടുക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം ഒരു പോക്സോ കേസ് തന്നെയാണ്. നേരത്തെ ഏത് സൂചിപ്പിച്ചതുപോലെ മുൻപ് ഒരു ചാനൽ ഇത്തരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്, ട്യൂഷൻ എടുത്ത ഒരു പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നൊരു അഭ്യൂഹം കേട്ടിട്ടുണ്ട്. പക്ഷെ വാസ്തവമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു കേസാണോ ഇപ്പോൾ വരാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും ഇതെല്ലാം വളരെ പ്ലാൻഡ് ആണ്. അതായത് ഒരു കേസിൽ ജാമ്യം കിട്ടി ഇറങ്ങിയാൽ അടുത്ത കേസിൽ പൂട്ടുക, അത് വളരെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയൊരു കേസായിരിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ, അതായത് തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു സമയം ചൂട് ആറുന്നതിന് മുൻപായിട്ട് രാഹുലിനെ പൂട്ടുക എന്നുള്ളത് തന്നെയല്ലേ ഇതിന്റെ ഉദ്ദേശം? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സജീവമാകാതിരിക്കുക എന്നുള്ളതാണ് CPM-ൻ്റെയും BJP-യുടെ അജണ്ട എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോക്സോ കേസ് വരുന്നു എന്നാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണം. അത് ബോധപൂർവമായി ആരെക്കൊണ്ടെങ്കിലും വ്യാജ പരാതി കൊടുപ്പിക്കുന്നതാണോ, ഇനി അല്ല ഉണ്ടായ ഒരു സംഭവം അവർ ഭയന്ന് പരാതി കൊടുക്കാതിരുന്നിട്ട് ഇപ്പോൾ പോലീസും സർക്കാരും ഒക്കെ ധൈര്യം കൊടുത്തിട്ട് അവർ പരാതിയുമായി രംഗത്ത് വരുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. അല്ല, ഏതോ ഈ പറഞ്ഞതുപോലെ അന്നത്തെ ഒരു ഭയപ്പാടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അന്ന് ഇതൊരു ഏത് തരത്തിലുള്ള കേസാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഭയപ്പാടുകൊണ്ടാണ് എങ്കിൽ ഇത്ര ദിവസം ഇത്രയും കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അത് കേസ് മുന്നോട്ട് വരേണ്ടതായിരുന്നില്ലേ? ഇനി 28-ാം തീയതി ജാമ്യം കിട്ടുന്നത് വരെ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുടെ ഒരു സ്ട്രക്ചർ നോക്കുക. ആദ്യം ഒരു ആരോപണം എന്ന നിലയിൽ ചില ഓഡിയോ ക്ലിപ്പുകൾ ചാനലുകൾ പുറത്തുവിടുന്നു, ചില വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നു. അതിനുശേഷം രാഹുൽ ഒളിവിൽ പോകുന്നു. ഒളിവിലെന്ന് വെച്ചാൽ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു ഒരു മാസക്കാലത്തോളം. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്ന് സജീവമാകുമ്പോൾ രണ്ടാമത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു.
അതിന് പിന്നാലെ പരാതിക്കാരി പോലീസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു. രാഹുൽ പിന്നീട് ഒളിവിൽ പോകുന്നു. തിരിച്ചു വന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ നോട്ടറസ്റ്റ് വാങ്ങി തിരിച്ചു വരുന്നു. ആ സമയത്ത് തന്നെ രണ്ടാമതൊരു പരാതി വരുന്നു. ഈ പരാതികളൊക്കെ ഒരു കൃത്യസമയത്തൊന്നും അല്ല. അതായത് ആദ്യം ഓഡിയോ ക്ലിപ്പ് വരുന്നു, പിന്നെ ആരോപണം വരുന്നു, പിന്നെ ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നു. അങ്ങനെ വിട്ട് പിടിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ശൈലി ഈ കേസുകളിലും നടപടികളിലും ഒക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ആദ്യ കേസുകളിലൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒന്നാമത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് എഫ്ഐആർ ഇട്ടിട്ട് രാഹുൽ 10-12 ദിവസം ഒളിവിലായിരുന്നു. ഈ സമയത്തൊന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പോലീസിന് ചിലപ്പോൾ അറിവുണ്ടാകാം ഇനി അടുത്ത പരാതിയിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അന്ന് അറസ്റ്റ് ചെയ്യാനും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനും ഒന്നും പോലീസ് ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. കേരള പോലീസ് ഒന്നടങ്കം ശ്രമിച്ചിട്ടും രാഹുൽ എവിടെയാണ് ഒളിവിൽ പോയത് എന്ന് ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ലത്രേ. അത് കഴിഞ്ഞതിന് മുമ്പ് രാഹുൽ തൻ്റെ റൂമിലിരിക്കുമ്പോൾ പോലീസ് രാത്രി രഹസ്യമായൊരു ഓപ്പറേഷനിൽ പട്ടയെന്ന് വന്ന് പിടിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, രാഹുലിനെ ഇങ്ങനെ വിട്ട് പിടിക്കുക. ഒന്ന് കഴിയുമ്പോൾ അടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ വാർത്ത, അതായത് പോക്സോ കേസ് എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്നുകൂടി പറയുമ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വാദങ്ങൾ ശക്തമാണ്. അതായത് കേസുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കേസിൻ്റെ മെറിറ്റിലേക്കല്ല, പക്ഷേ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു വാദം. അതായത് ഈ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: 28-ന് ജാമ്യം കിട്ടിയാൽ പോക്സോയിൽ പൂട്ടാൻ കളി, രാഹുൽ മാങ്കൂട്ടം തീരണം, CM ഓഫീസിൽ വമ്പന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടാനായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പോക്സോ കേസടക്കം എടുപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ അന്വേഷണ സംഘവുമായി ബന്ധമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി കേസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ വിവരമനുസരിച്ച് ഏതാണ്ട് 10ഓളം കേസുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. അത് പരാതിയല്ല, അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിനിടയിൽ പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച തെളിവുകൾ, മൊഴികൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഏതാണ്ട് 10ലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലൊരു വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പീഡനം നടന്നിട്ടുണ്ടോ, ബലാത്സംഗം നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും വിഷയങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അവർ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ആ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികളും മൊഴികളും തെളിവുകളും ഒക്കെ ശേഖരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് പ്രാഥമികമായി പറയാം. കാരണം തെളിവുകളില്ല എങ്കിൽ ഈ കേസുകളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കോടതി നടപടികൾ ഉണ്ടാകും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാനുള്ള കരുത്തനായി തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുങ്ങും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന നിലയിലാണ് ചർച്ചകൾ ഉയരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നോട്ടുള്ള പോക്ക് അത്ര എളുപ്പമാകില്ല എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിദ്യ.